ഹലോ മക്കളെ, വെൽക്കം ടു എഡ്യൂപോർട്ട്. യെസ്, അപ്പോൾ നമ്മൾ ഈ ഒരു പാർട്ടിൽ അല്ലെ നമ്മളെ ഷുവർ ക്വസ്റ്റ്യൻ വീഡിയോ സീരീസിന്റെ തേർഡ് പാർട്ടാണ്. അപ്പോൾ ഈ ഒരു പാർട്ടിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളെ +2ന്റെ ചാപ്റ്റർ നമ്പർ 5, 6, 7 ഈ 3 ചാപ്റ്റേഴ്സിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്കറിയാം ചാപ്റ്റർ 5 എന്ന് പറഞ്ഞാൽ വെബ് ഡിസൈനിങ് യൂസിങ് HTML, ചാപ്റ്റർ 6 എന്ന് പറഞ്ഞാൽ ജാവാ സ്ക്രിപ്റ്റ്, അതായത് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് യൂസിങ് ജാവാ സ്ക്രിപ്റ്റ്, ആൻഡ് 7ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള വെബ് ഹോസ്റ്റിംഗ്. ഈ 3 ചാപ്റ്റേഴ്സിന്റെ ഷുവർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റിലായിട്ട് ഞാൻ നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ദ ടാഗ് യൂസ്ഡ് ടു ക്രിയേറ്റ് എ ഹൈപ്പർ ലിങ്ക് അല്ലേ. നമുക്കറിയാം ഏത് ടാഗാണ് ഹൈപ്പർ ലിങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ HTML യൂസ് ചെയ്യുന്ന ടാഗാണ് ഏത് ടാഗ്, എ ടാഗ്. ഓക്കെ, ഇത് കറക്റ്റ് പഠിച്ചു വെക്കുക. ബിക്കോസ് ഈ എ ടാഗുമായിട്ട് ബന്ധപ്പെട്ട് പല രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതിൻ്റെ ജസ്റ്റ് ഒരു എക്സാമ്പിളും കൂടെ പഠിച്ചു വെക്കണം. എങ്ങനെയാണ് നമ്മൾ ലിങ്ക് ക്രിയേറ്റ് ചെയ്യുക? ഒന്നുമില്ല, എ ടാഗ് ഓപ്പൺ ചെയ്തിട്ട് എ ടാഗ് ക്ലോസ് ചെയ്യും. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ എന്താണോ കൊടുക്കുന്നത്, അതിൻ്റെ ഉള്ളിൽ എ ടാഗിൻ്റെ ഉള്ളിൽ നിങ്ങൾ എന്താണോ കൊടുക്കുന്നത് ആ ഒരു ടെക്സ്റ്റ് അല്ലെങ്കിൽ ഇമേജ് ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ അതെന്തായിട്ട് മാറും, ലിങ്ക് ആയിട്ട് മാറും. അപ്പോൾ ഞാൻ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ കൊടുത്താൽ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഇതുപോലെ നീല കളറിൽ അണ്ടർലൈൻ ഒക്കെ ചെയ്തിട്ടാണ് വരിക, വിച്ച് മീൻസ് അതൊരു ലിങ്ക് ആണ്. ആൻഡ് ആ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ എങ്ങോട്ടേക്കാണ് പോകേണ്ടത് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ആട്രിബ്യൂട്ട് ഉണ്ട്. അതിനാണ് href ആട്രിബ്യൂട്ട് എന്ന് പറയുക. href എന്ന് പറഞ്ഞാൽ ഹൈപ്പർ റെഫറൻസ് ആണ്. എങ്ങോട്ടേക്കാണ് ലിങ്ക് ചെയ്യേണ്ടതെന്നുള്ളതാണ് നമ്മൾ ഇത് വെച്ചിട്ട് പറയുന്നത്. ഓക്കെ, എങ്ങോട്ടാണ് ലിങ്ക് ചെയ്യേണ്ടത്? ഇവിടെ ഒരു വെബ്സൈറ്റിൻ്റെ URL കൊടുത്തിട്ടുണ്ട്, http://dhsekerala.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റിലേക്കായിരിക്കും എന്ത് ചെയ്യുക, നാവിഗേറ്റ് ചെയ്യുക. വളരെ സിമ്പിളാണ്. ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ അല്ലെ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്താൽ ഈ ഒരു വെബ്സൈറ്റിലേക്ക് പോകും. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ എന്ത് ചെയ്യുക, ലിങ്കുകൾ ക്രിയേറ്റ് ചെയ്യുക. ഇവിടുന്ന് ഒരു ചോദ്യം വരാം, href ആട്രിബ്യൂട്ട് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് ടാഗിൻ്റെ കൂടിയാണ് href ആട്രിബ്യൂട്ട് ഉപയോഗിക്കുന്നത്, അല്ലെ എന്തിനാണ് href ആട്രിബ്യൂട്ട് ഉപയോഗിക്കുന്നത്? ടാർഗറ്റ് ഓഫ് ലിങ്കിങ് സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സാധാരണയായിട്ട് href എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് നമ്മൾ എ ടാഗിൻ്റെ കൂടെയായിട്ട് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് പഠിച്ചു വെക്കുക. ഓക്കെ അല്ലേ. മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് മക്കളെ ഇവിടെ ടേബിൾ ടാഗിൻ്റെ യൂസ് അല്ലെ. ആക്ച്വലി ഇവിടുന്ന് നമ്മളോട് കോഡ് എഴുതാൻ ചോദിക്കുക, അതായത് പ്രോഗ്രാം എന്നുള്ള രീതിയിൽ ചോദിക്കുക. ചിലപ്പോൾ നമ്മളോട് ലിസ്റ്റിൻ്റെ കോഡ് എഴുതാനായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. ഒരു ലിസ്റ്റ് തന്നിട്ട് ആ ലിസ്റ്റ് ഉണ്ടാക്കാനുള്ള കോഡ്. ഇനിയിപ്പോൾ അല്ലെങ്കിൽ പിന്നെ ഒരു ടേബിൾ തന്നിട്ട് ആ ടേബിൾ അല്ലെ ടേബിളിൻ്റെ ചിത്രം തന്നിട്ട് ആ ടേബിൾ ഉണ്ടാക്കാനുള്ള HTML കോഡ് എഴുതാൻ ചോദിക്കാം. അല്ലെങ്കിൽ ജസ്റ്റ് സിമ്പിളായിട്ട് യൂസർ നെയിം പാസ്വേഡ് എന്നെല്ലാം പറയുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള ഒരു സിമ്പിൾ ഫോം തന്നിട്ട് ആ ഫോം ഒന്ന് ക്രിയേറ്റ് ചെയ്യാനുള്ള രീതിയിൽ എന്ത് ചെയ്യാറുണ്ട്, കോഡ് വരാറുണ്ട്. തൽക്കാലം ഞാൻ എന്ത് ചെയ്യുന്നില്ല, ആ കോഡിലേക്ക് വരുന്നില്ല. ഓക്കെ, ആ കോഡിലേക്ക് തൽക്കാലം ഞാൻ ഈ വീഡിയോയിൽ വരുന്നില്ല. ഇവിടെ കുറച്ച് തിയറി ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങളിത് കറക്റ്റ് പഠിച്ചു വെച്ചാൽ ഈ 3 കാര്യങ്ങളിൽ നിന്ന് നിങ്ങളോട് കോഡ് ചോദിക്കാം. ലിസ്റ്റിൻ്റെ കോഡ് ചോദിക്കാം, ടേബിളിൻ്റെ ചോദിക്കാം, ഫോമിൻ്റെ ചോദിക്കാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, ഈ 3 കാര്യങ്ങളും ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ റെഡി ആയിരിക്കണം. അല്ലെ ഓൾറെഡി നമ്മൾ ലൈവിലൊക്കെ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി വരാൻ പോകുന്ന ലൈവുകളിലും നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഉറപ്പായിട്ടും ഡിസ്കസ് ചെയ്യും. ബട്ട് ഇവിടെ അല്ലാത്ത കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് തിയററ്റിക്കൽ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്, അതായത് എന്തായാലും പഠിച്ചിരിക്കേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ഉള്ള രീതിയിലാണ്. സോ വാട്ട് ഈസ് ദ യൂസ് ഓഫ് ടേബിൾ ടാഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വാട്ട് ആർ ദ 4 ആട്രിബ്യൂട്ട്സ് ഓഫ് ടേബിൾ ടാഗ് എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം ടേബിൾ ടാഗ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ടേബിൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ. സോ ടേബിൾ ടാഗ് ഈസ് യൂസ്ഡ് ടു ക്രിയേറ്റ് ടേബിൾസ് ഇൻ HTML. ഈ ടേബിൾ ടാഗ് പഠിക്കുമ്പോൾ ഇതിൻ്റെ കൂടെ പഠിക്കേണ്ട ഒരു സംഭവമാണ്. ടേബിൾ ടാഗ് മാത്രം വിചാരിച്ചാൽ ടേബിൾ ഉണ്ടാക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളിത് ജസ്റ്റ് പഠിച്ചു വെക്കുക. TR ടാഗ് ഉണ്ട്, അതുപോലെ തന്നെ TH ടാഗ് ഉണ്ട്, അതുപോലെ തന്നെ TD എന്ന് പറയുന്ന ടാഗ് ഉണ്ട്. ഈ 3 ടാഗുകളും കൂടെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ടേബിൾ കറക്റ്റായിട്ട് ഉണ്ടാക്കുക അല്ലേ. TR ടാഗ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, റോ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മളെ ടേബിളിലേക്ക് റോ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. TH എന്തിനാണ് യൂസ് ചെയ്യുന്നത്, നമ്മളെ ടേബിളിലേക്ക് ഹെഡിങ് സെല്ലിലെ ഡാറ്റ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഹെഡിങ് സെൽസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് TH ഉപയോഗിക്കുന്നത്. TD എന്ന് പറഞ്ഞാൽ എന്തിനാണ് ഉപയോഗിക്കുന്നത്, ഡാറ്റ സെൽസ് ഡിഫൈൻ ചെയ്യാനാണ് അല്ലേ. ഡാറ്റ സെൽസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് TD എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നത്. സെറ്റ് ആണല്ലോ. അങ്ങനെയാണ് ചോദ്യം എന്തായിരുന്നു, 4 ആട്രിബ്യൂട്ട്സ് ഓഫ് ടേബിൾ ടാഗ് ആണ്. അപ്പോൾ നിങ്ങൾ ടേബിൾ ടാഗ് എന്തിനാണ്, ജസ്റ്റ് ടേബിൾ ഉണ്ടാക്കാനാണ്. പക്ഷെ പഠിക്കുമ്പോൾ ഇതും കൂടെ നിങ്ങൾ പഠിച്ചു വെക്കുക. ഇത് എഴുതണ്ട ഈ ക്വസ്റ്റ്യനിൽ, പക്ഷേ ഇതും കൂടെ നിങ്ങൾ പഠിച്ചു വെക്കുക. പിന്നെ നമുക്ക് ടേബിൾ ടാഗിൻ്റെ ആട്രിബ്യൂട്ട്സ് എന്തൊക്കെയാണ്, ഫസ്റ്റ് ബോർഡർ എന്ന് പറയുന്നതാണ് അല്ലേ. അതായത് തിക്നെസ് ഓഫ് ടേബിളിൻ്റെ ബോർഡർ സ്പെസിഫൈ ചെയ്യാൻ. പിന്നെ ബോർഡർ കളർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ടേബിളിൻ്റെ ബോർഡറിൻ്റെ ഒരു കളർ കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എന്തിനാ, അലൈൻ ചെയ്യുക, ആ ടേബിളിനെ ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ സെൻറ്ററിലേക്കോ ഒക്കെ ആയിട്ട് അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ BG കളർ എന്ന് പറഞ്ഞാൽ എന്താടാ, അവിടെ ടേബിളിന് ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാൻ, നമ്മളെ ടേബിളിന് ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു മഞ്ഞയോ പച്ചയോ എന്തെങ്കിലുമൊക്കെ ഒരു കളർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് എന്തിനാടാ, ബാക്ക്ഗ്രൗണ്ട് കളറിനല്ല
അല്ല, ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഇമേജ് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ സെൽ സ്പേസിങ് എന്താണ്? സ്പേസ് ബിറ്റ്വീൻ സെൽസ് ആണ്. ഒരു സെല്ല്, ടേബിളിൻ്റെ ഒരു സെല്ല്, ഇതൊരു സെല്ലാണ്, ഇത് വേറൊരു സെല്ലാന്ന് വിചാരിക്കുക. ഇങ്ങനെ രണ്ട് സെല്ലുകളുണ്ട്, അതിൻ്റെ ഇടയിൽ എത്രത്തോളം സ്പേസ് വേണം, അതാണ് സെൽ സ്പേസിംഗ് എന്ന് പറഞ്ഞാൽ. ആൻഡ് സെൽ പാഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെല്ലിൻ്റെ ബോർഡറും, പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു സെല്ലിൻ്റെ ബോർഡറും അതിൻ്റെ കണ്ടന്റും തമ്മിലുള്ള സ്പേസിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുക? സെൽ പാഡിംഗ് എന്ന് പറയുക. സെൽ സ്പേസിംഗ് രണ്ട് സെല്ലുകളുടെ ഇടയിലുള്ള സ്പേസിംഗ്. സെൽ പാഡിംഗ് ഒരു സെല്ലിൻ്റെ കണ്ടന്റും അതിൻ്റെ ബോർഡറും തമ്മിലുള്ള സ്പേസ് ആണ് എന്ത്? സെൽ പാഡിംഗ്. ഒരു പ്രാവശ്യത്തെ പരീക്ഷയ്ക്ക് ഇതിൻ്റെ രണ്ടിൻ്റെ വ്യത്യാസം എഴുതാൻ വരെ ചോദിച്ചിട്ടുണ്ട്. സെൽ സ്പേസിങ്ങും സെൽ പാഡിങ്ങും തമ്മിലുള്ള വ്യത്യാസം എഴുതാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു പ്രാവശ്യത്തെ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്ത് ചെയ്യുക? ഇത്രയും ആട്രിബ്യൂട്ട്സ് ഉണ്ട് ടേബിൾ ടാഗിന്, കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ write short notes on different tags used to divide the browser window into different sections. മക്കളെ, നമ്മളെ ബ്രൗസറിൻ്റെ വിൻഡോന ഡിഫറെൻറ്റ് സെക്ഷൻസ് ആക്കി ഡിവൈഡ് ചെയ്യാൻ മെയിനായിട്ട് നമ്മൾ രണ്ട് ടാഗുകൾ ഉപയോഗിച്ചിട്ടാണ് അത് ചെയ്യുന്നത് അല്ലേ? എല്ലാവർക്കും അറിയാം നമ്മളടുത്തുള്ളത് രണ്ട് ടാഗുകളാണ്. ഒന്നാമത്തെ ടാഗാണ് ഏത്? ഫ്രെയിം സെറ്റ് എന്ന് പറയുന്ന ടാഗ്. രണ്ടാമത്തെ ടാഗാണ് ഫ്രെയിം എന്ന് പറയുന്ന ടാഗ്. ഇങ്ങനെ രണ്ട് ടാഗുകൾ യൂസ് ചെയ്തിട്ടാണ് നമ്മളെ വെബ് പേജ് നമ്മളിങ്ങനെ ഡിഫറെൻറ്റ് പാർട്ടുകളായിട്ട് പാർട്ടീഷൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് പെയിൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പഠിച്ചിട്ടുണ്ട് അല്ല. അപ്പോൾ രണ്ട് അല്ലെങ്കിൽ കുറച്ച് പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്യാൻ രണ്ട് ടാഗുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒന്ന് ഫ്രെയിം സെറ്റ്, രണ്ടാമത്തെ ഫ്രെയിം. എന്തിനാ ഫ്രെയിം സെറ്റ് ഉപയോഗിക്കുന്നത്? നമ്മളെ ബ്രൗസർ വിൻഡോനെ പാർട്ടീഷൻ ചെയ്യാൻ വേണ്ടി. ഡിഫറെൻറ്റ് പാർട്സ് ആക്കി പാർട്ടീഷൻ ചെയ്യുക അല്ലേ? നിങ്ങൾ ഇങ്ങനെ ചിത്രത്തിൽ നോക്കി കാണാൻ പറ്റും. ഇങ്ങനെ ഡിഫറെൻറ്റ് പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ ഒന്നുകിലോ ഹൊറിസോണ്ടലി അല്ലെങ്കിൽ വെർട്ടിക്കലിയോ പാർട്ടീഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ? അതിന് വേണ്ടിയിട്ടാണ് ഫ്രെയിം സെറ്റ് ടാഗ് ഉപയോഗിക്കുന്നത്. ടു പാർട്ടീഷൻ ദ ബ്രൗസർ വിൻഡോ ഇൻ ടു ഡിഫറെൻറ്റ് സെക്ഷൻസ്. എന്നാൽ എന്തിനാ ഫ്രെയിം ടാഗ് ഉപയോഗിക്കുന്നത്? അങ്ങനെ പാർട്ടീഷൻ ചെയ്തതിന് ശേഷം അതിലേക്ക് ഓരോ ഇൻഡിവിജ്വൽ ഫ്രെയിമും ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിലേക്ക് ഓരോ ഇൻഡിവിജ്വൽ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പാർട്ടീഷൻ ചെയ്ത് കഴിഞ്ഞു, ഓക്കെ, എന്നിട്ട് അതിലേക്ക് ഓരോ ഫ്രെയിംസ് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ടു ഡിഫൈൻ ഫ്രെയിംസ് ഇൻസൈഡ് ഫ്രെയിം സെറ്റ്. അതിനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഫ്രെയിം എന്ന് പറയുന്ന ടാഗ് യൂസ് ചെയ്യുന്നത്. കറക്റ്റായിട്ട് പഠിച്ചു വെച്ചോ. ഫ്രെയിം സെറ്റ് പാർട്ടീഷൻ ചെയ്യും, ഫ്രെയിം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് ഓരോരോ ഫ്രെയിമുകൾ ആഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ ആണല്ലോ. ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലിസ്റ്റ് ദ ഫോം കൺട്രോൾസ് ആണ് ടു കളക്ട് ദ ഡാറ്റ യൂസിങ് HTML ഫോം. നമുക്ക് എല്ലാവർക്കും അറിയാം HTML ഫോം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫോം എന്ന് പറയുന്ന ടാഗ് ആണ് യൂസ് ചെയ്യുക. ഫോം ടാഗ് ഓപ്പൺ ചെയ്യും, ഫോം ടാഗ് ക്ലോസ് ചെയ്യും, എന്നിട്ട് അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഓരോരോ ഫോമിൻ്റെ ഓരോരോ കൺട്രോൾസും കൊടുക്കുക. ഫോമിൻ്റെ കൺട്രോൾസ് എന്ന് പറയുമ്പോൾ ടെക്സ്റ്റ് ബോക്സ്, പാസ്വേഡ് ബോക്സ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അല്ലേ? അപ്പോൾ ഈ ഫോം കൺട്രോൾസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ടാഗ് യൂസ് ചെയ്യും. അതേതാ? അത് ഇൻപുട്ടാണ്. ഇൻപുട്ട് ടാഗിൻ്റെ ഒരു ആട്രിബ്യൂട്ടാണ് ടൈപ്പ്. ഇൻപുട്ട് ടൈപ്പ് ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് ഞാൻ ടെക്സ്റ്റ് എന്ന് കൊടുത്താൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ടെക്സ്റ്റ് ബോക്സ് ക്രിയേറ്റ് ചെയ്യും. ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു പാസ്വേഡ് എന്ന് പറഞ്ഞാൽ പാസ്വേഡ് ബോക്സ് ക്രിയേറ്റ് ചെയ്യും. ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു റേഡിയോ എന്ന് പറഞ്ഞാൽ റേഡിയോ ബട്ടൺ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടല്ലോ, ടെക്സ്റ്റ് ബോക്സ്, പാസ്വേഡ് ബോക്സ്, റേഡിയോ ബട്ടൺ, ചെക്ക് ബോക്സ്, ഇങ്ങനത്തെ കാര്യങ്ങൾക്കാണ് നമ്മൾ എന്ത് പറയുക? ഫോം കൺട്രോൾസ് എന്ന് പറയാം. അപ്പോൾ HTML എന്തൊക്കെ ഫോം കൺട്രോൾസ് ഉണ്ട് അല്ലേ? നമ്മൾ ഫോമിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കാര്യങ്ങൾക്കാണ് ഫോം കൺട്രോൾസ് എന്ന് പറയുക. എന്തൊക്കെ ഫോം കൺട്രോൾസ് ഉണ്ട്? ഫസ്റ്റ് വൺ ടെക്സ്റ്റ് അല്ലെ, ജസ്റ്റ് ഒരു ടെക്സ്റ്റ് എൻ്റർ ചെയ്യാൻ പറ്റിയിട്ടുള്ള സംഭവം. ആൻഡ് പാസ്വേഡ് എന്ന് പറയുന്നത് പാസ്വേഡ് ബോക്സ് ആണ്. അതിൽ ടൈപ്പ് ചെയ്യുന്ന വാല്യൂസ് ആൾക്കാർക്ക് കാണാൻ പറ്റില്ല, സ്റ്റാർ വെച്ച് മാസ്ക് ചെയ്തിട്ടാണ് വരിക. ആൻഡ് മൂന്നാമത്തെ ചെക്ക് ബോക്സ് ആണ്. ഇതുപോലെ അല്ലെ നമുക്ക് ടിക്ക് അല്ലെങ്കിൽ അൺടിക്ക് അല്ലെങ്കിൽ എസ് ഓർ നോ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെക്ക് ബോക്സ് ഉപയോഗിക്കുന്നത് അല്ല. പിന്നെ റേഡിയോ ബട്ടൺ എന്ന് പറയുമ്പോൾ എന്താ? മെയിൽ ഫീമെയിൽ എന്ന് പറയുമ്പോൾ രണ്ടിലൊന്നാണ് നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ മൾട്ടിപ്പിൾ ഓപ്ഷൻസിൽ നിന്ന് ഒന്ന് സെലക്ട് ചെയ്യാനാണ് സാധാരണയായിട്ട് റേഡിയോ ബട്ടൺസ് യൂസ് ചെയ്യാറുള്ളത്. പിന്നെ റീസെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കൈൻഡ് ഓഫ് ബട്ടൺ ആണ്. അത് ക്ലിക്ക് ചെയ്ത് ആ ഫോമിൽ എന്തെങ്കിലും എൻ്റർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മൊത്തം എന്തായി പോകും? ക്ലിയർ ആയി പോകും. ടു ക്ലിയർ ദ എൻട്രീസ് ഇൻ ദ ഫോം, അതിനാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ സബ്മിറ്റ് എന്തിനാ? ആ ബട്ടൺ അല്ല, ഇതൊരു കൈൻഡ് ഓഫ് ബട്ടൺ ആണ്. സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഫോമിൽ എൻ്റർ ചെയ്തിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും സെർവറിലേക്ക് സബ്മിറ്റ് ആവും. ഓക്കെ, ടു സബ്മിറ്റ് ഓൾ എൻട്രീസ് ഇൻ ദ സെർവർ. കറക്റ്റായിട്ട് മനസ്സിലാക്കിക്കോ. ഇത്രയുമാണ് എന്ത് നമ്മളെ HTML എന്ത് ഫോം കൺട്രോൾസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ്? അടുത്ത ക്വസ്റ്റ്യൻ ഒന്നുമില്ല മക്കളെ, ഇത് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആക്ച്വലി മിസ്സിങ് ആയി പോയതാണ്. ഒന്നുമില്ല. അതായത് ജാവ സ്ക്രിപ്റ്റിലെ ഡാറ്റ ടൈപ്സ്. ചോദ്യം എങ്ങനെയായിരുന്നു? റൈറ്റ് ദ നെയിം ഓഫ് എനി ടു ഡാറ്റ ടൈപ്സ് ഇൻ ജാവ
JavaScript. അപ്പോൾ ഇങ്ങനെ ചോദിച്ചാൽ ഇനി 2 ഡാറ്റ ടൈപ്സ് ഇൻ JavaScript അല്ലെങ്കിൽ 3 ഡാറ്റ ടൈപ്സ് ഇൻ JavaScript കറക്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചോ. JavaScriptൽ അതായത് നമ്മൾ 6ാമത്തെ ചാപ്റ്ററിലുള്ള ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. JavaScriptൽ 3 ഡാറ്റ ടൈപ്സ് ആണുള്ളത്. നമ്പർ ഉണ്ട്, സ്ട്രിംഗ് ഉണ്ട്, ബൂളിയൻ ഉണ്ട്. നമ്പർ എന്ന് പറഞ്ഞാൽ എല്ലാ നമ്പേഴ്സും ഇതിൽ വരുന്നുണ്ട് നമുക്കറിയാം. ഏത് നമ്പർ ആയിക്കോട്ടെ, പോസിറ്റീവ് നെഗറ്റീവ് എല്ലാ നമ്പേഴ്സും. സ്ട്രിംഗ് എന്ന് പറയുമ്പോൾ എന്താ, എനി കോമ്പിനേഷൻ ഓഫ് ക്യാരക്ടേഴ്സ് വിത്തിൻ ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിലിടുന്ന എല്ലാ കോമ്പിനേഷൻ ഓഫ് ക്യാരക്ടേഴ്സും, ഇതൊക്കെ സ്ട്രിങ്ങുകൾക്ക് എക്സാമ്പിൾ ആണ്. എന്നാൽ ബൂളിയൻ എന്ന് പറയുമ്പോൾ 2 വാല്യൂസ് മാത്രമേ വരുള്ളൂ, ട്രൂ ഫാൾസ് അല്ലെ. ട്രൂ എന്ന് പറഞ്ഞാൽ ആക്ച്വലി 1, ഫാൾസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി വാല്യൂ 0 ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, സോ JavaScriptലുള്ള ഡാറ്റ ടൈപ്സ് ഏതൊക്കെയാണ്? നമ്പർ, സ്ട്രിംഗ്, ബൂളിയൻ ആണെന്ന് പഠിച്ചു വെക്കുക. ഓക്കെ അല്ലേ? യെസ്. ആൻഡ് 6ാമത്തെ ചാപ്റ്റർ JavaScriptലുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, നെയിം ദ കീവേഡ് ടു ഡിക്ലെയർ വാരിയബിൾ ഇൻ JavaScript. ഇത് ഏതെങ്കിലും രീതിയിൽ അപ്ലൈ ചെയ്യാൻ എന്ത് ചെയ്യും? എക്സാമിന് ഉണ്ടാവും. ചിലപ്പോൾ നെയിം ദ കീവേഡ് എന്ന് പറഞ്ഞ് ചോദിക്കും, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു എക്സാമ്പിൾ എഴുതാൻ പറയും. ഒരു JavaScriptൽ വാരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നതിൻ്റെ എക്സാമ്പിൾ എഴുതാൻ പറയും. അപ്പോൾ JavaScriptൽ വാരിയബിൾ ഡിക്ലെയർ ചെയ്യാൻ var എന്ന് പറയുന്ന കീവേഡ് ആണ് യൂസ് ചെയ്യുന്നത് എന്ന് പഠിച്ചു വെച്ചോ. ക്വസ്റ്റ്യൻ ആൻസർ എന്താണ്? var കീവേഡ്. ഇപ്പോൾ ഒരു എക്സാമ്പിളും പഠിച്ചു വെച്ചോ. var xy എന്ന് പറഞ്ഞാൽ xy എന്ന് പറയുന്ന പേരിൽ 2 വാരിയബിൾസ് ഉണ്ടാക്കി. എക്സിലേക്ക് ഞാൻ 25 സ്റ്റോർ ചെയ്തു, വൈയിലേക്ക് 25 സ്റ്റോർ ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത് എന്താണ്? ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്? വാരിയബിൾ ഡിക്ലറേഷൻ ആണ്. ഞാൻ JavaScriptൽ എന്ത് ചെയ്തതാണ്? ഒരു വാരിയബിൾ ഡിക്ലെയർ ചെയ്തതാണ്. ഒരു വാരിയബിൾ എക്സ്, രണ്ടാമത്തെ വാരിയബിൾ വൈ. ഇവിടെ ഇൻഡ് ഫ്ലോട്ട് എന്നൊന്നും പറഞ്ഞ് ടൈപ്പ് ഒന്നും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, കൊടുക്കേണ്ട ആവശ്യമില്ല. എക്സ്പ്ലെയിൻ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് ഇൻ JavaScript. JavaScriptൽ എന്തൊക്കെ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് ഉണ്ട്? ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. കറക്റ്റ് പഠിക്കുക. എന്താണ് ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ്? JavaScriptൽ ഏതൊക്കെയാണ് ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ്? ഒന്ന് അലേർട്ട് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് അല്ല ഇതുപോലുള്ള ഒരു ഓക്കെ എന്നെല്ലാം പറയുന്ന ഒരു അലേർട്ട് ബോക്സിൽ യൂസറിന് ഒരു അലേർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഈ സ്നാൻ എന്ന് പറയുന്നത് എന്തിനാ? നോട്ട് എ നമ്പർ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ. ഒരു വാല്യൂ നോട്ട് എ നമ്പർ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സ്നാൻ ഉപയോഗിക്കുന്നത്. നോട്ട് എ നമ്പർ ആണെങ്കിൽ ട്രൂ റിട്ടേൺ ചെയ്യും. ഇനി അപ്പോൾ അഥവാ ഇൻ കേസ് അത് നമ്പർ ആണെങ്കിൽ ഫാൾസ് റിട്ടേൺ ചെയ്യും. ഇനിയിപ്പോൾ അതേപോലെ തന്നെ മറ്റൊന്നാണ് ടു അപ്പർ കേസ് എന്ന് പറഞ്ഞാൽ, അല്ലെ, ടു കൺവേർട്ട് എ ക്യാരക്ടർ ഇൻ ടു അപ്പർ കേസ്. ഒരു ക്യാരക്ടറിനെ അപ്പർ കേസിലേക്ക് മാറ്റാനാണ് അത് ഉപയോഗിക്കുന്നത്. പിന്നെ ടു ലോവർ കേസ് എന്ന് പറഞ്ഞാലോ, ഒരു ക്യാരക്ടറിനെ ലോവർ കേസിലേക്ക് മാറ്റാൻ. അറ്റ് എന്ന് പറഞ്ഞാലോ, ടു ഫൈൻഡ് ദ ക്യാരക്ടർ അറ്റ് എ പർട്ടിക്കുലർ പൊസിഷൻ. ഒരു പർട്ടിക്കുലർ പൊസിഷനിലുള്ള ക്യാരക്ടർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ക്യാരറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. അതായത് ക്യാരറ്റ് ബ്രാക്കറ്റിൽ 0 എന്ന് കൊടുത്താൽ ഫസ്റ്റത്തെ ക്യാരക്ടർ കിട്ടും. ക്യാരറ്റ് ബ്രാക്കറ്റിൽ 1 എന്ന് കൊടുത്താൽ രണ്ടാമത്തെ ക്യാരക്ടർ കിട്ടും. ആ രീതിയിലാണ് ക്യാരറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതാണ് JavaScriptലുള്ള ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ്. ഓക്കെ ആണല്ലോ? യെസ്. ആൻഡ് ഈ ചാപ്റ്ററിലുള്ള അവസാനമായിട്ടുള്ള ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ ഡിഫറെൻറ്റ് വേസ് എ JavaScript കോഡ് ക്യാൻ ബി ഇൻസേർട്ടഡ് ഇൻ ടു വെബ് പേജ്. അല്ലേ, JavaScriptൻ്റെ കോഡ് വെബ് പേജിലേക്ക് ആഡ് ചെയ്യാൻ 3 വഴികൾ ഉണ്ടായിരുന്നു അല്ലേ. എന്തൊക്കെയാണ് 3 വഴികൾ? ഒന്ന് ബോഡിൻ്റെ ഉള്ളിൽ, രണ്ടാമത്തെ ഹെഡിൻ്റെ ഉള്ളിൽ, മൂന്നാമത്തെ എക്സ്റ്റേണൽ ആയിട്ട് ഒരു JavaScript ഫയൽ സെപ്പറേറ്റ് കൊടുക്കില്ല അല്ലേ. അപ്പോൾ എന്താ ബോഡിൻ്റെ ഉള്ളിൽ കൊടുത്തു കഴിഞ്ഞാലുള്ള പ്രശ്നം? ഒരു ഡിലേ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കാരണം ബോഡിൻ്റെ ഉള്ളിൽ ഒരുപാട് കണ്ടന്റ് ഉണ്ടാവും. അതിൻ്റെ കൂടെ JavaScriptും കൂടെ വരുമ്പോൾ നമ്മളെ വെബ് പേജ് എന്താവും? കുറച്ച് ഡിലേ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഹെഡ് എന്ന് പറയുന്നത് കൊടുക്കലാണ്. ഹെഡിൻ്റെ ഉള്ളിൽ JavaScriptന് കൊടുക്കലാണ് ബെസ്റ്റ് മെത്തേഡായിട്ട് കൺസിഡർ ചെയ്യുന്നത്. കോഡൊക്കെ ഫാസ്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യും. എന്നാൽ മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ JavaScript ഫയലാണ്. എന്ന് പറഞ്ഞാൽ നമ്മളെ JavaScriptൻ്റെ കോഡ് മാത്രം ഒരു സെപ്പറേറ്റ് JavaScript ഫയൽ, അതായത് .js എന്ന് പറഞ്ഞിട്ട് എക്സ്റ്റൻഷനുള്ള സെപ്പറേറ്റ് JavaScript ഫയൽ സേവ് ചെയ്തിട്ട് ആ സാധനത്തിനെ പിന്നീട് നമ്മളെ HTML ഡോക്യുമെന്റിലേക്ക് ലിങ്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ 3 രീതിയിലാണ് JavaScriptൻ്റെ കോഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? HTMLലേക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റുന്നത്. 7ാമത്തെ ചാപ്റ്ററിലേക്ക് പോയി കഴിഞ്ഞാൽ വെബ് ഹോസ്റ്റിങ്ങിൻ്റെ ഡെഫിനിഷൻ എന്താണടാ? അത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്താ വെബ് ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ? സർവീസ് ഓഫ് പ്രൊവൈഡിങ് സ്റ്റോറേജ് സ്പേസ് ഇൻ എ വെബ് സെർവർ. നമ്മളെ വെബ്സൈറ്റിനുള്ള സ്പേസ് ഒരു വെബ് സെർവറിൽ അല്ലെ അത് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നതിനാണ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത്. കാരണം വെബ് സെർവറിലേക്ക് നമ്മളെ വെബ്സൈറ്റിൻ്റെ ഫയൽസ് അപ്ലോഡ് ചെയ്താൽ മാത്രമേ ഏത് സമയത്തും ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമ്മളെ വെബ്സൈറ്റ് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് വെബ് ഹോസ്റ്റിംഗ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയുടെ പേരെന്താണ്? ഇപ്രാവശ്യത്തെ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. അതെന്താണ്? വെബ് ഹോസ്റ്റ് എന്നാണ് പറയുക. വെബ് ഹോസ്റ്റിംഗ് പ്രൊവൈഡ് ചെയ്ത് തരുന്ന കമ്പനിയുടെ പേരാണ് വെബ് ഹോസ്റ്റ് എന്നുള്ളത് പഠിച്ചു വെക്കുക. ഓക്കെ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹോസ്റ്റിംഗ് ആണ് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഷെയർഡ്, ഡെഡിക്കേറ്റഡ്, VPS. ഇങ്ങനെ 3 രീതിയിലുള്ള ഹോസ്റ്റിംഗ് ഉണ്ട് എന്ന് നമുക്കറിയാം. ഷെയർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഒരുപാട് വെബ്സൈറ്റുകൾ ഒരു സെർവറിൽ എന്ത് ചെയ്യുന്നുണ്ടാവും? ഹോസ്റ്റ് ചെയ്യുന്നുണ്ടാവും അല്ലേ. മെനി ഡിഫറെൻറ്റ് വെബ്സൈറ്റ്സ് ആണ് സിംഗിൾ വെബ് സെർവർ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൻ്റെ റാമും CPU ഒക്കെ എല്ലാ ക്ലയൻസിനും അല്ലെങ്കിൽ എല്ലാ വെബ്സൈറ്റ്സിനും ഷെയർ ചെയ്തിട്ട്
വെബ്സൈറ്റ് യൂസ് ചെയ്യാൻ പറ്റും. മറ്റൊരു കാര്യം എന്താടാ, ഡെഡിക്കേറ്റഡ് ആണ്. ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു സിംഗിൾ വെബ്സൈറ്റ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഒരു സിംഗിൾ സെർവറിൽ സ്റ്റോർ ചെയ്യുള്ളൂ. ഇതിനാണ് ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ് എന്ന് പറയാം. അപ്പം അങ്ങനെ അല്ലെ നമ്മൾ എപ്പോഴാണ് അങ്ങനത്തെ ഹോസ്റ്റിംഗ് യൂസ് ചെയ്യാം, കുറേ വിസിറ്റേഴ്സ് ഉള്ള, ഇപ്പോൾ എക്സാമ്പിൾ ഗവൺമെൻറ് വെബ്സൈറ്റ്സിനൊക്കെയാണ് അത് നമ്മൾ ചൂസ് ചെയ്യാറുള്ളത്. ആൻഡ് മൂന്നാമത്താണ് VPS ഹോസ്റ്റിംഗ്. VPS ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, ഫിസിക്കൽ സെർവറിനെ നമ്മൾ ആദ്യം വിർച്വലി എന്ത് ചെയ്യും, ഡിഫറെൻറ്റ് സെർവേഴ്സ് ആയിട്ട് പാർട്ടീഷൻ ചെയ്യും. എന്നിട്ട് ഈ ഓരോ സെർവറിലും നമ്മൾ പിന്നീട് എന്ത് അപ്ലൈ ചെയ്യും, ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ് അപ്ലൈ ചെയ്യും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഓരോ VPSലും അല്ലെങ്കിൽ ഓരോ സെപ്പറേറ്റ് സെർവേഴ്സ് ആയിട്ട് പാർട്ടീഷൻ ചെയ്തിട്ടുള്ള ഓരോ VPSലും എന്തുണ്ടാവും, സെപ്പറേറ്റ് സെർവർ ഓപ്പറേറ്റിംഗ് സിസ്റ്റവും വെബ് സെർവർ സോഫ്റ്റ്വെയർ ഉണ്ടാവുന്ന രീതിയിൽ, അതായത് ഓരോന്നും സെപ്പറേറ്റ് യൂണിറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ് നടത്താൻ പറ്റുക. അതിനാണ് എന്ത് പറയുന്നത്, VPS ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത്. മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ഈ ചാപ്റ്ററിലുള്ള വാട്ട് ഈസ് റെസ്പോൺസീവ് വെബ് ഡിസൈനിങ് എന്നുള്ളത്. ആൻഡ് ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡെഫിനിഷൻ എന്തായാലും നിങ്ങൾ പഠിച്ചു വെക്കുക. എന്താണ് റെസ്പോൺസീവ് വെബ് ഡിസൈനിങ് അല്ലെ, കസ്റ്റം ഓഫ് ബിൽഡിംഗ് എ വെബ്സൈറ്റ് സ്യൂട്ടബിൾ ടു വർക്ക് ഓൺ എവറി ഡിവൈസ്. ഏത് ഡിവൈസിലും, അതായത് ഏത് സൈസ് സ്ക്രീനുള്ള ഡിവൈസിലും വെബ്സൈറ്റ് വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഡിസൈൻ ചെയ്യുന്നതിനാണ് റെസ്പോൺസീവ് വെബ് ഡിസൈനിങ് എന്ന് പറയുന്നത്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് ഒരിക്കലും ഒരു കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒന്നിൽ കൂടുതൽ വെബ്സൈറ്റ് മാനേജ് ചെയ്യാൻ പറ്റില്ല. ഫോണിൽ കാണാൻ വേണ്ടി ഒരു വെബ്സൈറ്റ്, ലാപ്ടോപ്പിൽ കാണാൻ വേണ്ടി വെബ്സൈറ്റ്, അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടേഴ്സിൽ കാണാൻ വേണ്ടി വേറെ വെബ്സൈറ്റ്, ഇതുപോലെ ഒന്നിൽ കൂടുതൽ വെബ്സൈറ്റുകൾ ഒരു കമ്പനിക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല. അതിന് പകരം ഏത് സൈസുള്ള സ്ക്രീനിലും അല്ലെങ്കിൽ ഏത് സൈസുള്ള ഡിവൈസിലും സ്യൂട്ടബിൾ ആവുന്ന രീതിയിൽ വെബ്സൈറ്റ് കാണാൻ പറ്റുന്ന രീതിയിൽ വെബ് പേജുകൾ ഡിസൈൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, റെസ്പോൺസീവ് വെബ് ഡിസൈനിങ് എന്ന് പറയുക. ആക്ച്വലി 3 കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടൊക്കെയാണ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഫ്ലെക്സിബിൾ ഗ്രിഡ് ലേഔട്ട്, ഫ്ലെക്സിബിൾ ഇമേജസ്, മീഡിയ ക്വറീസ് എന്ന് പറയുന്ന 3 കാര്യങ്ങൾ വെച്ചിട്ടാണ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചോ. ഫ്ലെക്സിബിൾ ഗ്രിഡ് ലേഔട്ട് എന്ന് പറഞ്ഞാൽ ഈ ഗ്രിഡ് ലേഔട്ട് ഉപയോഗിച്ചിട്ടാണ് ഓരോരോ സ്ക്രീനിൻ്റെ സൈസിനനുസരിച്ച് വെബ്സൈറ്റിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ആവുന്നത്. ഫ്ലെക്സിബിൾ ഇമേജസ് എന്ന് പറഞ്ഞാൽ നമ്മളെ വെബ്സൈറ്റിലുള്ള ഇമേജസ് ഈ സ്ക്രീനിൻ്റെ സൈസിനനുസരിച്ച് അഡ്ജസ്റ്റ് ആവുന്നത് ഫ്ലെക്സിബിൾ ഇമേജസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉപയോഗിച്ചിട്ടാണ്. പിന്നെ മീഡിയ ക്വറി എന്ന് പറഞ്ഞാൽ അത് ഉപയോഗിച്ചിട്ടാണ് ഡിഫറെൻറ്റ് സ്റ്റൈൽസ് ഇൻഡിവിജ്വൽ ഡിവൈസസിനെ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഡെഫിനിഷൻ പഠിച്ചു വെക്കുക, അതാണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ് അല്ലെ. സ്യൂട്ടബിൾ വെബ്സൈറ്റ് സ്യൂട്ടബിൾ ടു വർക്ക് ഓൺ എവറി ഡിവൈസ്, അങ്ങനെ ഉണ്ടാകുന്ന അങ്ങനെ ആ രീതിയിൽ വെബ്സൈറ്റുകൾ ഡിസൈൻ ചെയ്യുന്നതിനാണ് റെസ്പോൺസീവ് വെബ് ഡിസൈൻ എന്ന് പറയുന്നത്. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് CMS അല്ലെ, കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം. ഇതിൻ്റെ എക്സാമ്പിളൊക്കെ ചോദിക്കും. എന്താണ്, വെബ് ബേസ്ഡ് സോഫ്റ്റ്വെയർ ആണ്, ദാറ്റ് ഈസ് വിച്ച് ഈസ് കേപ്പബിൾ ഓഫ് ക്രിയേറ്റിംഗ്, അഡ്മിനിസ്ട്രേറ്റിംഗ് ആൻഡ് പബ്ലിഷിംഗ് വെബ്സൈറ്റ്സ്. അതായത് പ്രത്യേകിച്ച് ഒരു ടെക്നിക്കൽ നോളജ് ഒന്നും ഇല്ലാത്ത ആൾക്ക് പോലും വളരെ എളുപ്പത്തിൽ വെബ്സൈറ്റുകളും കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒരു വെബ് ബേസ്ഡ് സോഫ്റ്റ്വെയറിനെയാണ് നമ്മൾ എന്ത് പറയുക, കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുക. അതിന് എക്സാമ്പിൾ വേർഡ്പ്രസ് ഉണ്ട്, ഡ്രൂപാൽ ഉണ്ട്, ജൂംല. ഇത് 3 കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റത്തിന് എക്സാമ്പിൾ. ഓക്കെ അല്ലേ? സോ ഇത്രയുമാണ് ഈ ഒരു സെക്ഷനിൽ നമുക്ക് കവർ ചെയ്യാനുള്ളത്. സോ ഇവിടെ നമ്മൾ 3 ചാപ്റ്റേഴ്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പം ബാക്കിയുള്ള ചാപ്റ്റേഴ്സിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത വീഡിയോയിൽ പഠിക്കാം. ഓക്കെ അല്ലേ? യെസ്.